ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അപ്പോൾ നമുക്ക് കഥാസാഗരം ആരംഭിക്കണ്ടേ? അതിനു മുമ്പ് ഒരാമുഖം. കഥാസാഗരം അറിയാത്തവർക്ക് വേണ്ടി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഒരു കഥയും പിന്നെ കുറച്ച് വർത്തമാനവും ഒക്കെ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളീയ നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കേരളീയ നാടോടി കഥ. അത് എഴുതിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ പുസ്തകത്തിലെ ഒരു കഥയൊന്ന് കേട്ടിട്ട് മടങ്ങി വന്നാലോ? കഥ എങ്ങനെയാണ്? കാലദേശങ്ങൾക്ക് അതീതമായി മലനാട്ടിലെ മുത്തശ്ശിമാർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന കഥയാണിത്. വലിയ വീട്ടിൽ കെങ്കേമമായ സദ്യ നടക്കുന്നു. തൊട്ടടുത്തുള്ള പാവങ്ങളുടെ വീടുകളിലെല്ലാം പട്ടിണിയാണ്. വലിയ വീട്ടിൽ അരി വെച്ചു വാർക്കുന്ന കഞ്ഞിവെള്ളം പുറം പറമ്പിലൂടെ തോടുപോലെ ഒഴുകി പോകുന്നുണ്ട്. അടിയാള വീട്ടിലെ ചെറിയ കുട്ടി ചോദിച്ചു, വിശന്നിട്ട് വയ്യ അമ്മേ, കുറച്ച് കഞ്ഞിവെള്ളം മുക്കി കുടിക്കട്ടെ? അമ്മ പറഞ്ഞു, ആരും കാണരുത്, കണ്ടാൽ കുറച്ചിലാണ്. കഞ്ഞിവെള്ളം കുടിക്കാൻ പോയ ഉണ്ണി കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷണ്ണനായി തിരിച്ചു വന്നു. അമ്മേ, അമ്പിളി അമ്മാവൻ എല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം മുക്കി കുടിച്ചില്ല. പിറ്റേന്ന് വലിയ വീട്ടിൽ പണിക്ക് പോയപ്പോൾ കിട്ടിയ ഒരു കാരോലപ്പം, അതായത് ഉണ്ണിയപ്പം, അമ്മ ഉണ്ണിക്ക് കൊടുത്തു. അപ്പം കൂട്ടുകാർക്ക് മുഴുവൻ പങ്കിടാൻ തികയില്ലെന്ന് വന്നപ്പോൾ ഉണ്ണിക്കൊരു ബുദ്ധി തോന്നി. നമുക്ക് ഈ അപ്പം കുഴിച്ചിടാം. അപ്പം മുളച്ച് വലുതായി മരമായാൽ അപ്പമരം നിറയെ അപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് വയറ് നിറയെ അപ്പം പറിച്ചു തിന്നാം. ആ സ്വപ്നം കൂട്ടുകാർക്കെല്ലാം സമ്മതമായി. ഉണ്ണി അപ്പം കുഴിച്ചിട്ടു. അപ്പം കുഴിച്ചിട്ട് കുഴിക്കരികിലിരുന്ന് ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞു, നാളേക്ക് മുളച്ച് ഓരില്ല വിരിഞ്ഞില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൊങ്ങണം കത്തിക്കൊണ്ട് 1-2. ആ വാക്കുകൾ കേട്ട് പേടിച്ച് അപ്പം മുളച്ച് ഓരില്ല വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഓരില്ല മുളയ്ക്കരികെ ചെന്നിരുന്നു. ഉണ്ണി പറഞ്ഞു, നാളേക്ക് ഈരില്ല വിരിഞ്ഞില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൊങ്ങണം കത്തിക്കൊണ്ട് 1-2. അടുത്ത ദിവസം അപ്പമരത്തിന് ഈരില്ല വിരിഞ്ഞു. അങ്ങനെ 10 നാൾ കൊണ്ട് അപ്പമരം വലുതായി. 11-ാം നാൾ അപ്പമരത്തിന്മേൽ ഇലയാകെ മൂടി അപ്പം കായ്ച്ചു നിറഞ്ഞു. കൂട്ടുകാർക്ക് കൊടുക്കാനായി അപ്പം പറിച്ചെടുക്കാൻ ഉണ്ണി അപ്പമരത്തിന്മേൽ കയറി. അപ്പോഴാണ് പൊട്ടിപ്പിശാച്, അതായത് ദുർദേവത, എവിടുന്നോ വന്നത്. പാവപ്പെട്ട ഒരു വൃദ്ധയായി വേഷം മാറി വന്ന പൊട്ടിപ്പിശാച് ഉണ്ണിയോട് പറഞ്ഞു, മോനെ ഒരപ്പം എനിക്ക് താ, മോനെ ഒരപ്പം എനിക്ക് താ. വൃദ്ധയോട് പാവം തോന്നിയ ഉണ്ണി ഒരപ്പം താഴേക്കിട്ട് കൊടുത്തു. അയ്യോ, അപ്പം ചെളിക്കുണ്ടിൽ വീണല്ലോ, ഒരപ്പം കൂടി പറിച്ചിട്ട് താ. ഉണ്ണി ഒരപ്പം കൂടി പറിച്ച് താഴേക്കിട്ടു. അയ്യോ ഉണ്ണി, ഈ അപ്പം മൂത്രക്കുപ്പയിലും പോയല്ലോ, ഒരപ്പം കൊണ്ട് നീ ഇറങ്ങി വായോ. ആ വാക്ക് കേട്ട് കൈ നിറയെ അപ്പവും പറിച്ച് ഉണ്ണി താഴേക്കിറങ്ങി. അപ്പോൾ പൊട്ടിപ്പിശാചിന് സൗകര്യമായിരുന്നു. ഉണ്ണിയെ പിടിച്ച് കൈയും കാലും കെട്ടി ചാക്കിലാക്കി പിശാചു തള്ള ഒരൊറ്റ ഓട്ടം വീട്ടിലെത്തി. ഉണ്ണിയെ തൻ്റെ മകളെ ഏൽപ്പിച്ച് പൊട്ടിപ്പിശാച് പറഞ്ഞു, ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ഇവനെ അറുത്ത് കറി വെക്കണം. ചോര ഒരു പാത്രത്തിലാക്കി കുടിക്കാൻ എടുത്തു വെക്കണം. പൊട്ടിപ്പിശാച് കുളിക്കാൻ പോയപ്പോൾ ഉണ്ണി ചാക്കിനകത്ത് നിന്ന് പൊട്ടിപ്പിശാചിൻ്റെ മകളെ വിളിച്ചു, ചങ്ങാതി, ഈ ചാക്ക് തുറന്ന് എൻ്റെ കൈയും കാലും അഴിച്ചു തന്നാൽ ഞാൻ നിനക്ക് തിന്നാലും മതിയാവാത്തൊരപ്പം തരാം. ചാക്കിനകത്ത് നിന്ന് അപ്പത്തിൻ്റെ വിശേഷപ്പെട്ട മണം മൂക്കിലടിച്ച് കയറിയപ്പോൾ കുതിമൂത്ത് പൊട്ടിപ്പിശാചിൻ്റെ മകൾ ചാക്ക് തുറന്നു. ഉണ്ണിയെ കെട്ടഴിച്ചു വിട്ടു. ഉണ്ണി പൊട്ടിപ്പിശാചിൻ്റെ മകൾക്ക് കൈ നിറയെ അപ്പം കൊടുത്തു. അപ്പം തിന്ന് അവൾക്ക് തലയ്ക്ക് മത്ത് പിടിച്ചു. പിന്നെ അവർ രണ്ടുപേരും കൂടി കഥ പറഞ്ഞ് കളിക്കാൻ തുടങ്ങി.
കളിച്ച് രസിച്ചിരിക്കുന്നതിനിടയിൽ ചിരവയെടുത്ത് തലക്കടിച്ച് ഉണ്ണി പൊട്ടിപ്പിശാചിൻ്റെ മകളുടെ കഥ കഴിച്ചു. അവളെ അറുത്ത് കറി വെച്ചു. ചോര വേറെ പാത്രത്തിലാക്കി വെച്ചു. പിന്നെ ഒരു പിടി മുളക് പൊടിയും വാരി അടുക്കളയുടെ അറ്റത്ത് കയറിയിരുന്നു. പൊട്ടിപ്പിശാച് കുളിച്ചു വന്നപ്പോൾ മകളെ കാണുന്നില്ല. പിശാച് വീട് മുഴുവൻ മകളെ വിളിച്ച് തിരഞ്ഞു നടന്നു. അടുക്കളയിൽ ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള ചോര ഇരിക്കുന്നുണ്ട്. ഇറച്ചിക്കറിയും തയ്യാറായിട്ടുണ്ട്. പിശാച് പിന്നെ ഒന്നും ആലോചിച്ചില്ല. തിന്നാൻ നേരത്ത് തെണ്ടാൻ പോയ അസത്ത് പെണ്ണ് ചത്ത് തുലഞ്ഞു പോട്ടെ എന്ന് പ്രാഗിക്കൊണ്ട് ചോരയെടുത്ത് കുടിച്ചു. ഇറച്ചി തിന്നാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി അറ്റത്തിരുന്ന് ഉറക്കെ പാടി. എന്താണ് ആ പാട്ട്? തൻ്റെ മകളെ താന്തീനി തണ്ടുകുടും തണ്ടുകുടും. അപ്പോൾ പൊട്ടിപ്പിശാചിന് കാര്യമെല്ലാം മനസ്സിലായി. എൻ്റെ മകളെ കൊന്ന ദുഷ്ടച്ചെറുക്ക, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നല്ലറിക്കൊണ്ട് പൊട്ടിപ്പിശാച് അട്ടത്തേക്ക് പൊത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി. ഉണ്ണിയപ്പോൾ എന്തു ചെയ്തു? ഉണ്ണി കയ്യിലിരുന്ന മുളക് പൊടി പൊട്ടിപ്പിശാചിൻ്റെ കണ്ണിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അട്ടത്തു നിന്ന് ഇറങ്ങി ഓടി. കണ്ണു കാണാതെ തപ്പിത്തടഞ്ഞ് പൊട്ടിപ്പിശാച് പിന്നാലെ ഓടി. വഴിയിലൊരു പൊട്ടക്കിണറിൻ്റെ വക്കത്തെത്തിയപ്പോൾ ഉണ്ണി വലിയൊരു കല്ലെടുത്ത് കിണറ്റിലിട്ടു. ഈ ശബ്ദം കേട്ട പിശാച് വിചാരിച്ചു ഉണ്ണി കിണറ്റിൽ വീണെന്ന്. അപ്പോൾ ഉണ്ണി കിണറ്റിൽ വീണു എന്ന് വിചാരിച്ച് പൊട്ടിപ്പിശാച് പുറകെ കിണറ്റിൽ ചാടി. കിണറ്റിൻ കരയിലിരുന്ന് അപ്പോൾ ഉണ്ണി ഉറക്കപ്പാടി. തൻ്റെ മകളെ താൻ തീനി തണ്ടുകുടും തണ്ടുകുടും. മുളക് പൊടി കയറിയ കണ്ണ് നീറി എരിഞ്ഞും പൊട്ടക്കിണറ്റിൽ മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചും തളർന്ന പൊട്ടിപ്പിശാച് ഉണ്ണിയെ കടിച്ച് കീറിക്കൊല്ലാനുള്ള ദേഷ്യത്തോടെ കിണറ്റിൽ കിടന്ന് അലറിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഉണ്ണിയെ തിരഞ്ഞിറങ്ങിയ കൂട്ടുകാരും അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാവരും കൂടി കൂറ്റൻ കല്ലുകൾ എടുത്തെറിഞ്ഞ് പൊട്ടിപ്പിശാചിൻ്റെ കഥ പൊട്ടക്കിണറ്റിൽ അവസാനിപ്പിച്ചു. പിന്നെ അപ്പമരത്തിൻ്റെ മുകളിൽ കയറി വയറ് നിറയെ അപ്പം പറിച്ച് തിന്നു. പാവപ്പെട്ടവരുടെ ഇത്തിരി സ്വപ്നങ്ങൾ തട്ടിപ്പറിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പൊട്ടിപ്പിശാചുകളുടെ ഗതിയെപ്പറ്റി അവരൊന്നിച്ച് കൈകൊട്ടി പാടിക്കൊണ്ടിരുന്നു. തൻ്റെ മകളെ താൻ തീനി തണ്ടുകുടും തണ്ടുകുടും. ഇത്രയുമാണ് കഥ. നമ്മുടെ കേരളത്തിലെ ഒരു നാടോടി കഥയാണ്, ഒരു പഴയ നാടോടി കഥ. ഇതിലെ പിശാചൊക്കെ വെറും സാങ്കല്പികമാണ്. അതുകൊണ്ട് കേട്ട കൂട്ടുകാരൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ആ കാലത്തെ ദാരിദ്ര്യമാണ് അല്ലേ ഇതിൻ്റെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നത്. ആ തുടക്കത്തിൽ പറയുന്ന ദാരിദ്ര്യം മുഴച്ചു നിൽക്കുന്നുണ്ട് ആ കാലങ്ങളിൽ അല്ലേ. നമ്മുടെ കുറച്ച് വർഷങ്ങൾ പതിറ്റാണ്ടുകളൊക്കെ പിന്നോട്ട് പോകുമ്പോൾ നാം അനുഭവിച്ച കൊടിയ ദാരിദ്ര്യം. വലിയ വീട്ടിൽ കെങ്കേമമായ സദ്യ നടക്കുന്നു. തൊട്ടടുത്തുള്ള പാവങ്ങളുടെ വീടുകളിലെല്ലാം മുഴുപട്ടിണിയാണ്. വലിയ വീട്ടിൽ അരിവെച്ച് വാർക്കുന്ന കഞ്ഞിവെള്ളം പുറം പറമ്പിലൂടെ തോടുപോലെ ഒഴുകിപ്പോകുന്നുണ്ട്. അടിയാള വീട്ടിലെ ചെറിയ കുട്ടി ചോദിച്ചു, വിശന്നിട്ട് വയ്യ അമ്മേ, കുറച്ച് കഞ്ഞിവെള്ളം മുക്കി കുടിക്കട്ടെ. അമ്മ പറഞ്ഞു, ആരും കാണരുത്, കണ്ടാൽ കുറച്ചിലാണ്. കഞ്ഞിവെള്ളം കുടിക്കാൻ പോയ ഉണ്ണി കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷണ്ണനായി തിരിച്ചു വന്നു. അമ്മേ, അമ്പിളി അമ്മാവനെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം മുക്കി കുടിച്ചില്ല. അഭിമാനബോധം അല്ലേ, ആ അടിയാള കുടുംബത്തിൻ്റെ അഭിമാനബോധം. മുഴുപട്ടിണിയാണ്, വിശക്കുന്ന വയറ്. എന്നാലും അമ്പിളി അമ്മാവൻ അത് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കഞ്ഞിവെള്ളം മുക്കി കുടിച്ചില്ല എന്ന് അവൻ പറയുകയാണ്. ആ വിശപ്പിലും അവൻ്റെ അഭിമാനം അല്ലേ അവൻ കാത്തു സൂക്ഷിക്കുകയാണ്. അമ്പിളി അമ്മാവനെ ഒരു ദൈവത്തെ പോലെയൊക്കെ കാണുകയാണ്. അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്. നമ്മളെല്ലാം പറയാറുള്ള കാര്യമാണ് അല്ലേ, ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങളെന്നെ വിശ്വസിച്ചില്ലെങ്കിലും ദൈവം എല്ലാം കാണുന്നുണ്ട്, അദ്ദേഹത്തിനെല്ലാം അറിയാം. ഇതെല്ലാം നമ്മൾക്കൊരു ആശ്വാസമാണ് അല്ലേ, അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, നമ്മുടെ മുമ്പിൽ ഒരു ദൈവവും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനൊരു വിശ്വാസം അല്ലേ, അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ ആ അമ്പിളി അമ്മാവനെ ഒരു ദൈവം പോലെ കാണുകയാണ്. അതായത് ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ അദ്ദേഹം ഇങ്ങനെ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, അദ്ദേഹം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് കുടിച്ചില്ല അമ്മേ അല്ലേ. ഇതൊക്കെ ഒരു
ഒരു പഴയകാല ചിത്രമാണ്. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കുടികൊള്ളുന്ന ഈ കൊടികെട്ടി വാഴുന്ന ഈ ദാരിദ്ര്യമുണ്ടല്ലോ, വിശപ്പുമായിട്ട് മനുഷ്യൻ മല്ലിടുന്ന അവസ്ഥ, അസ്ഥികൂടങ്ങൾ, വലിയ തലയും കുഴിഞ്ഞ വയറും മുന്തിയ കണ്ണുകളുമൊക്കെ ആയിട്ടുള്ള മനുഷ്യകോലങ്ങൾ, അവരുടെയൊക്കെ ദാരിദ്ര്യം മാറ്റാനുള്ള അരിയും ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളെല്ലാം ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. പണമുള്ള രാജ്യങ്ങളുടെ കയ്യിലും പണക്കാരുടെ കയ്യിലും എല്ലാം ഉണ്ട്. പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. പണ്ട് നമ്മുടെ കേരളത്തിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ജന്മികളുടെ കയ്യിൽ ഇഷ്ടംപോലെ ധാന്യങ്ങൾ, കരുതൽ ശേഖരങ്ങൾ പുഴുത്തി വെച്ചിരുന്നു. പിന്നെ റേഷൻ കടകൾ വന്നപ്പോഴും അവരും ഈ പുഴുത്തിവെപ്പ് യഥേഷ്ടം കൊണ്ടു നടന്നിരുന്നു, മറച്ചു വയ്ക്കാൻ വേണ്ടി. പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ. അങ്ങനെ അത്തരം ചിത്രങ്ങളൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ കഥയിലും ഈ നാടോടിക്കഥയിലും നമ്മൾ കാണുന്നത്. വിശപ്പ് ഒരു വലിയ സത്യമാണ്, ഏറ്റവും വലിയ സത്യമാണ് ഈ വിശപ്പെന്ന് പറയുന്നത്, അല്ലേ? അതിനെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. വിശപ്പ് വന്നാൽ നമ്മൾ കഴിച്ചേ പറ്റൂ. അതിനോട് നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞാൻ കഴിച്ചു എന്ന് കള്ളം പറയാനും പറ്റില്ല. വയറ്റിൽ എന്തെങ്കിലും ചെന്നേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വന്യജീവികളെയൊക്കെ പഴിചാരുന്നുണ്ട്, നാടിറങ്ങി വരുന്നു. യഥാർത്ഥത്തിൽ ചിലപ്പോൾ വിശപ്പായിരിക്കാം അവരുടെയും പ്രശ്നം. വിശപ്പിൻ്റെ വിളി എന്നൊക്കെ പറയുന്നത് അതൊരു പ്രകൃതി നിയമമാണ്, അല്ലേ? അതാർക്കും അടിച്ചമർത്താൻ സാധിക്കില്ല. അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ വലിയ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തെന്നുമിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ തകരുന്ന രാജ്യങ്ങൾ കണ്ടിട്ടില്ലേ? ജനങ്ങൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കൊള്ളയടിക്കുന്നത്, ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നത്. അതൊക്കെ എൻ്റെ സത്യസന്ധമായ ചിത്രങ്ങളാണ്, അല്ലേ? വിശപ്പിൻ്റെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വിശപ്പെന്താണ്. പലപ്പോഴും സമ്പന്ന കുടുംബങ്ങളിലും സമ്പന്ന രാജ്യങ്ങളിലുമൊക്കെ ജനങ്ങൾ ചിലപ്പോൾ വിശപ്പ് അറിയുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. ഈ വിശപ്പ് വയറൊരിക്കലും കാലി ആവാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥ വിശപ്പ് എന്താണെന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന 1-2 ദിവസം വെള്ളം കുടിച്ച് കിടക്കുമ്പോഴാണ്, അല്ലേ, യഥാർത്ഥ കുടൽ കരിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അവർക്ക് യഥാർത്ഥ വിശപ്പ് അറിയത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച്, സ്നാക്സൊക്കെ കഴിച്ച്, സോഫയിൽ TV ഒക്കെ കണ്ട് വളരെ ശീതളക്കാറ്റായിട്ട് ഒക്കെ അല്ലെങ്കിൽ AC-യിൽ ഒക്കെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ വിശപ്പ് ഒരു സത്യം തന്നെയാണ്, നഗ്നമായ സത്യം. അതാണ് ആദ്യം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത്, അല്ലേ? ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.